ഇതിനെക്കുറിച്ച് ഇത്രയധികം അവയർനെസ്സും വീഡിയോസും എല്ലാം ചെയ്തതിന് ശേഷവും ഇന്നലെ നമ്മുടെ കൊച്ചു കേരളത്തിൽ റെക്കോർഡ് ചെയ്തൊരു വീഡിയോ ആണിത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇപ്പോഴും അറിയില്ലെങ്കിൽ ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഈ ഒരു ഡോക്ടർ 8 വർഷം നീണ്ടു നിന്ന നിയമ പോരാട്ടത്തിനൊടുവിലായി ORS എന്ന വ്യാജേന മാർക്കറ്റിൽ ഇറങ്ങുന്ന ഷുഗറി ഫ്രൂട്ടി ഡ്രിങ്ക്സിനെതിരെയുള്ള ബാനാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. സോ വാട്ട് ഇസ് ORS? ഇതും ആ ഷുഗറി ഡ്രിങ്ക്സും തമ്മിൽ എന്താ വ്യത്യാസം? ORS എന്ന് പറഞ്ഞാൽ ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ. WHO അപ്രൂവ്ഡ് ആയിട്ടുള്ള സ്റ്റാൻഡർഡൈസ്ഡ് റേഷ്യോയിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഈ സാഷയിൽ നിങ്ങൾക്ക് കിട്ടുക. അപ്പൊ എന്തായിരിക്കും ഇതിന്റെ ഉപയോഗം? ഡീഹൈഡ്രേഷൻ പിടിച്ച കുട്ടികൾക്കും അഡൾട്ട്സിലുമാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എടുത്ത ഉടനെ ഈസിലി അബ്സോർബ്ഡ് ആയിരിക്കണം. ഡയറിയ പോലത്തെ അസുഖങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം. 3, ഫാസ്റ്റ് ആയിട്ട് റീഹൈഡ്രേറ്റ് ചെയ്യണം. ഇതിന്റെ ആകെയുള്ളൊരു ദൂഷ്യം ഇതിന് അത്ര ടേസ്റ്റ് ഇല്ല. എന്നാൽ ഈ ഡ്രിങ്ക്സോ ഇതിന് നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ ORS ഒരു ഡോക്ടർ എഴുതി തരുമ്പോൾ നമ്മൾ മാർക്കറ്റിൽ പോയി ചോദിക്കുമ്പോൾ നമുക്ക് ഈ ഡ്രിങ്ക് ആണ് കിട്ടുന്നതെങ്കിൽ ഇതിന്റെ ദൂഷ്യം എന്താന്ന് വെച്ചാൽ സാധാരണ ഒരു ഫ്രൂട്ട് ജ്യൂസ് കുടിക്കുന്ന അതേ എഫക്റ്റേ ഉള്ളൂ. ഡീഹൈഡ്രേഷൻ കറക്റ്റ് ആവുന്നില്ല, അബ്സോർബ് ആവുന്നില്ല, ഷുഗർ നല്ല സ്പൈക്ക് ആവുന്നു. അതുകൊണ്ട് ഡയറിയ പോലത്തെ അസുഖങ്ങൾ കൂടുതൽ വേഴ്സ് ആവാനും ചാൻസ് ഉണ്ട്. സോ ഇതിന്റെ ദൂഷ്യഫലം എന്താന്ന് വെച്ചാൽ 100 കുട്ടികൾക്ക് ഡയറിയ ബാധിച്ചിട്ടുണ്ടെങ്കിൽ 13 പേര് കറക്റ്റ് ട്രീറ്റ്മെന്റ് കിട്ടാത്തതുകൊണ്ട് മരണപ്പെടുന്നു. വളരെ ട്രീറ്റബിൾ ആയിട്ടുള്ള കോസാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സോ ഇതിൽ ആരെ കുറ്റപ്പെടുത്തണം? നമ്മൾ അതിലല്ല ഫോക്കസ്ഡ് ആവേണ്ടത്. നമ്മളുടെ കുട്ടിക്ക് ഡയറിയ പോലത്തെ അല്ലെങ്കിൽ ഡീഹൈഡ്രേറ്റഡ് ആവുന്ന സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ വാങ്ങി കൊടുക്കുന്ന ORS ഇത് തന്നെയാണോ എന്ന് നമ്മളൊന്ന് കൺഫേം ചെയ്യാം.